നമ്മുടെ വീട്ടുപറമ്പുകളിൽ വലിയ പരിചരണമൊന്നുമില്ലാതെ വളരുന്ന ഒരു മരമാണ് അമ്പഴം. എന്നാൽ കേവലം ഒരു അച്ചാർ പഴം എന്നതിലുപരി അമ്പരപ്പിക്കുന്ന ഔഷധഗുണങ്ങളാണ് ഈ കൊച്ചു ഫലത്തിനുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ആയുർവേദത്തിൽ കബിപ്രിയ എന്നും അമ്രാതക എന്നും വിളിക്കുന്ന അമ്പഴത്തിന്റെ ആരോഗ്യരഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അമ്പഴത്തിന്റെ കായ മാത്രമല്ല, അതിന്റെ തൊലിയും ഇലയും വേരും വരെ ഔഷധസമൃദ്ധമാണ്. പഴുത്ത അമ്പഴം ശരീരത്തിന് നല്ല പുഷ്ടിയും ബലവും നൽകുന്നു. മെലിഞ്ഞ ശരീരമുള്ളവർക്ക് ശരീരഭാരം വർദ്ധിപ്പിക്കാനും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്താനും പഴുത്ത അമ്പഴം കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. എന്നാൽ പഴുക്കാത്ത അമ്പഴങ്ങയുടെ ഗുണം വേറെയാണ്. ഇത് ദഹനക്കേട് മാറ്റാനും വായിൽ രുചി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അമ്പഴത്തിന്റെ കാമ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞുകളയുന്ന വിത്തിന് ആയുർവേദപ്രകാരം വലിയ പ്രാധാന്യമുണ്ട്. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാൻ ഇത് മികച്ചതാണ്. അമ്പഴത്തിന്റെ കുരു ഉണക്കിപ്പൊടിച്ചത് 3 ഗ്രാം എടുത്ത് തേനിലോ ഇളം ചൂടുവെള്ളത്തിലോ ചേർത്ത് കഴിക്കുന്നത് വയറിളക്കം മാറാൻ സഹായിക്കും. നമ്മുടെ നാട്ടുവൈദ്യത്തിൽ അമ്പഴത്തിന് വലിയ സ്ഥാനമുണ്ട്. വാതനീരും വീക്കവും കുറയ്ക്കാൻ അമ്പഴത്തിന്റെ തൊലി അരിക്കാടിയിൽ അരച്ച് പുരട്ടാറുണ്ട്. അതുപോലെ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും വയറിലെ അസ്വസ്ഥതകൾക്കും അമ്പഴത്തിന്റെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് ആശ്വാസം നൽകും. ഇനി ചെവി വേദനയോ പഴുപ്പോ ഉണ്ടെങ്കിൽ ഇലയുടെ നീര് ഔഷധമായി ഉപയോഗിക്കാം. ശരീരത്തിൽ വേദനയോടുകൂടിയുണ്ടാകുന്ന കുരുക്കൾ വേഗത്തിൽ പഴുത്തുമാറുന്നതിന് അമ്പഴത്തിന്റെ തൊലി അരച്ച് ചെറുതായി ചൂടാക്കി കുരുവിനു മുകളിൽ പുരട്ടുക. ഇത് വേദന കുറയ്ക്കാനും കുരുവിനുള്ളിലെ പഴുപ്പ് പുറത്തുകളയാനും സഹായിക്കും. ആധുനിക പഠനങ്ങളും അമ്പഴത്തിന്റെ ഗുണങ്ങൾ ശരിവയ്ക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി, ഇരുമ്പ്, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കരളിന്റെ സംരക്ഷണത്തിനും ബാക്ടീരിയകളെ പ്രതിരോധിക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിക്കുന്നു. നിങ്ങൾ അത്തം നക്ഷത്രക്കാരാണോ? എങ്കിൽ അമ്പഴം നിങ്ങളുടെ നക്ഷത്രവൃക്ഷമാണ്. വീട്ടുപറമ്പിൽ ഒരു അമ്പഴം വളർത്തുന്നത് നിങ്ങൾക്ക് ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും നൽകുമെന്നാണ് വിശ്വാസം. സത്യത്തിൽ അമ്പഴത്തിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും അമ്പഴം ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അമ്പഴത്തിന്റെ ഓരോ ഔഷധ പ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.